തിരുപ്പിറവിക്കായി നാം അടുത്തൊരുങ്ങുമ്പോൾ ക്രിസ്മസിൻ്റെ യഥാർത്ഥ അർത്ഥത്തെക്കുറിച്ച് വിചിന്തനം ചെയ്യുന്നത് വളരെ നല്ലതാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 11-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു: ദാവീദിന്റെ പട്ടണത്തിൽ നമുക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ജനിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, ക്രിസ്മസ് വെറും ഒരു ആഘോഷം മാത്രമല്ല, ദൈവം തൻ്റെ പുത്രനായ യേശുവിലൂടെ നമുക്ക് നൽകിയ രക്ഷയുടെയും ദാനത്തിൻ്റെയും ആഘോഷമാണിത്. വിശുദ്ധ അഗസ്തീനോസ് ഒരിക്കൽ പറഞ്ഞത് ഇപ്പോൾ ഓർക്കുകയാണ്: മനുഷ്യൻ ദൈവമായി തീരാൻ ദൈവം മനുഷ്യനായി തീർന്നു. നമ്മെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും രക്ഷിക്കുവാൻ നമ്മിലൊരുവനായി തീർന്ന ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും താഴ്മയും ഈ പ്രസ്താവന ഉയർത്തിക്കാട്ടുന്നു. ക്രിസ്മസിനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന പ്രധാനപ്പെട്ട ഒരു പദമാണ് പുൽക്കൂട്. പുൽക്കൂട് ജീവിത പാഠശാലയാണ്. അവിടെ നമുക്ക് യഥാർത്ഥ സന്തോഷത്തിൻ്റെ രഹസ്യം പഠിക്കുവാൻ കഴിയുമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അത്ഭുതത്തോടെയും വിനയത്തോടെയും കൂടെ വേണം നാം പുൽക്കൂടിനെ സമീപിക്കുവാൻ. നമുക്ക് സ്വയം ചോദിക്കാം, തിരുക്കുടുംബത്തിൻ്റെ ലാളിത്യത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നമുക്ക് എന്താണ് പഠിക്കുവാൻ കഴിയുക? ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പയുടെ വാക്കുകളിൽ ക്രിസ്മസ് സമ്മാനങ്ങൾക്കുള്ള സമയമാണ്, അത് നൽകുവാനുള്ള സമയമാണ്. ദൈവം തന്നെ തന്നെ നമുക്ക് നൽകിയതുപോലെ നാമും തന്നെ തന്നെ മറ്റുള്ളവർക്ക് പകർന്നു നൽകണം. ക്രിസ്മസ് സീസൺ പ്രത്യാശയുടെയും സമാധാനത്തിൻ്റെയും നവീകരണത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സമയമാണ്. തിരുക്കുടുംബത്തിൻ്റെ മാതൃക ഉൾക്കൊണ്ട് സ്നേഹത്തിൻ്റെയും ഔദാര്യത്തിൻ്റെയും ജീവിതം നയിക്കുവാൻ ഉണ്ണീശോ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.